ഹലോ, എല്ലാവർക്കും വലിയ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ വേൾഡ് കപ്പ് ടി വിയിൽ കാണാം, ഏത് ചാനലിൽ കാണാം, അഥവാ ചാനൽ നമ്പർ എത്രയാണ്, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഡിഷ് ഏതോ ആയിരിക്കട്ടെ, ആ ചാനൽ നമ്പർ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് അടിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, നിങ്ങളുടെ ഡിഷ് ഏതോ ആയിരിക്കട്ടെ, പക്ഷേ ഒറ്റ ചാനലായിരിക്കും ഏത് ഡിഷുള്ളവർക്കും കാണാൻ പറ്റുന്നത്, വേൾഡ് കപ്പ് കാണാൻ പറ്റുന്നത്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്പോർട്സ് എന്നാണ് ആ ചാനലിൻ്റെ പേര് എന്ന് പറയുന്നത്. ഇതൊന്നുമല്ല, രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഹിന്ദിയുണ്ട്, ഒന്ന് ഇംഗ്ലീഷുണ്ട്. നമുക്ക് നേരത്തെയൊക്കെ ആണെങ്കിൽ സീ കേരളത്തോടെ നമുക്ക് മലയാള കമൻട്രി കേൾക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് മലയാള കമൻട്രി. പക്ഷേ എന്നാൽ ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷ് കമൻട്രി ഉണ്ട്. ഇപ്പോൾ ഒന്നാമതായിട്ട് പറയാൻ പോകുന്ന ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ ഡയറക്റ്റ് ആണ്. സൺ ഡയറക്റ്റിൻ്റെ നമ്പർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്പോർട്സിൻ്റെ ആണെങ്കിൽ 506 നമ്പർ എന്ന് പറയുന്നത്. ഇനി യുണൈറ്റഡ് സ്പോർട്സ് 2ൻ്റെ ആണെങ്കിൽ 509. അപ്പോൾ ഈ രണ്ട് നമ്പറിലൂടെയാണ് നമുക്ക് യുണൈറ്റഡ് സ്പോർട്സ് കിട്ടുന്നത്, അത് സൺ ഡയറക്റ്റുകാർക്ക്. അപ്പോൾ ഇനി രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർടെൽ ഡിജിറ്റലാണ്. ഇതിലൂടെ നമുക്ക് വേൾഡ് കപ്പ് കാണണമെന്നുണ്ടെങ്കിൽ 256, 169 നമുക്ക് വേൾഡ് കപ്പ് കാണാൻ പറ്റുന്നത്. അടുത്ത മൂന്നാമത്തെ ഡിഷ് എന്ന് പറഞ്ഞാൽ കേരള വിഷനാണ്. കേരള വിഷനിലൂടെ നമുക്ക് 4 ചാനലുകളുണ്ട്. 4 ചാനലിലൂടെ നമുക്ക് വേൾഡ് കപ്പ് കാണാവുന്നതാണ്. ഒന്നാമത്തെ ചാനൽ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്പോർട്സ് 1 ആണ്. അതിൻ്റെ ചാനൽ നമ്പർ എന്ന് പറയുന്നത് 769. രണ്ടാമത്തേന്ന് പറയുന്നത് യുണൈറ്റഡ് സ്പോർട്സ് 1 ആണ്. അതിൻ്റെ HD ആണ് 862 ആ ചാനലിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്പോർട്സ് 2 ആണ്. അതിൽ 770 ആ ചാനൽ നമ്പർ എന്ന് പറയുന്നത്. അടുത്തത് യുണൈറ്റഡ് സ്പോർട്സ് 2 ആണ്. അതിൻ്റെ HD 867 അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് HD വാച്ച് ചെയ്യാവുന്നതാണ്, പൈസ കൊടുത്ത് തന്നെ HD എടുക്കാവുന്നതാണ്. ഇപ്പോൾ കേരള വിഷൻകാർക്ക് 4 ചാനലുകളാണ് ഉള്ളത്. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ടാറ്റ പ്ലേ ആണ്. ടാറ്റ പ്ലേയിലൂടെ വേൾഡ് കപ്പാണ് ആഗ്രഹിക്കുന്നവരാണ് യുണൈറ്റഡ് സ്പോർട്സ് 1 HD ആണ്. ചാനൽ നമ്പർ 494 നമ്പർ എന്ന് പറയുന്നത്. അടുത്ത യുണൈറ്റഡ് സ്പോർട്സ് 1 SD ആണ്. HD അല്ലാതെ നോർമലായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ചാനൽ നമ്പർ 495 ആണ്. അടുത്ത യുണൈറ്റഡ് സ്പോർട്സ് 2 HD വേണ്ടതെന്നുണ്ടെങ്കിൽ ചാനൽ നമ്പർ 492. യുണൈറ്റഡ് സ്പോർട്സ് 2 SD വേണ്ടതെന്നുണ്ടെങ്കിൽ ചാനൽ 493 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ടാറ്റ പ്ലേയുടെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്ന ഡിഷ് എന്ന് പറഞ്ഞാൽ DTH ആണ്. DTHിലൂടെ നമുക്ക് എങ്ങനെ വേൾഡ് കപ്പ് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്പോർട്സ് 1 ഉണ്ട്. അതിൽ 503 ചാനൽ നമ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ HD വേണ്ടവർക്ക് 502 ഉള്ളത്. ഇനി അടുത്ത യുണൈറ്റഡ് സ്പോർട്സ് 2 ആണ്. 2 വേണ്ടവർക്ക് 589. ഇനി അതിൻ്റെ HD വേണ്ടവർക്ക് 588. അപ്പോൾ ഇതൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഏതെങ്കിലും ഡിഷിൻ്റെ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് തരാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതേക്കുള്ളൂ. അപ്പം വേറൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.